പ്രേമലു, ഭ്രമയുഗം, മഞ്ഞുമ്മൽ ബോയ്സ്, ആടുജീവിതം ഒക്കെ തകർത്ത് വാരിയ തിയേറ്ററുകളിലേക്ക് ഫുള്ളി പവർ പാക്കഡ് എഞ്ചിൻ വെച്ച് ജോസച്ചായനും വരാൻ ഒരുങ്ങുകയാണ്. 104 ദിവസത്തെ ഷൂട്ടിങ്ങിന് ശേഷം ഒരു മാസകാലമായി ടർബോയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ തകൃതിയിൽ നടക്കുകയാണ്. ടർബോയുടെ പശ്ചാത്തല സംഗീതം ഒരുക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. തിയേറ്ററുകൾ കുലുക്കുന്ന രീതിയിലുള്ള കിടിലൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് ടർബോയ്ക്ക് വേണ്ടി മ്യൂസിക് ഡയറക്ടറായ ക്രിസ്റ്റോ സേവ്യർ ഒരുക്കുന്നത്. ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് മിഥുൻ മാനുവൽ തോമസ് കഴിഞ്ഞ ദിവസം തന്റെ ഇൻസ്റ്റാ പേജിൽ കൂടി മ്യൂസിക് ഒരുക്കുന്നതിന്റെ ഒരു സാമ്പിൾ വെടിക്കെട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ അത് വൈറലായിരിക്കുകയാണ്. ഓരോ സീനുകളിലും പ്രകമ്പനം കൊള്ളിക്കുന്ന മ്യൂസിക് ചെയ്യുന്നത് ഒന്നല്ല 2 പേരാണ്, ജസ്റ്റിൻ വർഗീസും ക്രിസ്റ്റോ സേവ്യറും. അപ്പോൾ തന്നെ സീൻ എന്താകുമെന്ന് ഏറെക്കുറെ മനസ്സിലായി കാണുമല്ലോ. ടർബോയുടെ ഓരോ അപ്ഡേറ്റുകൾക്കും വേണ്ടി സിനിമ പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടാണ് കാത്തിരിക്കുന്നത്. ചെറിയ പെരുന്നാൾ ആഘോഷമാക്കാൻ ടർബോ വക ഒരു ട്രീറ്റ് ഉണ്ടാകും എന്നാണ് ലാസ്റ്റ് അപ്ഡേറ്റുകൾ വരുന്നത്. ടർബോയുടെ ഒരു കിടിലൻ ടീസർ ഈദ് ആഘോഷമാക്കാൻ ഉണ്ടാകും എന്നാണ് അറിയുവാൻ സാധിച്ചത്. ടർബോയുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലുക്ക് പോസ്റ്റർ കണ്ട പ്രേക്ഷകർ ടർബോയുടെ ടീസറും ട്രെയിലറും കാണാനുള്ള ആകാംക്ഷയിലാണ്. മാസ് എന്റർടൈൻമെന്റ് സിനിമകൾ എടുത്ത് മിടുക്ക് തെളിയിച്ച വൈശാഖിന്റെ ഏറെ പ്രതീക്ഷയുള്ള ചിത്രമാണ് ടർബോ. അവസാനം ഇറങ്ങിയ 2 സിനിമകളും പരാജയം ഏറ്റുവാങ്ങിയ വൈശാഖിന്റെ നിലനിൽപ്പ് കൂടിയാണ് ടർബോ. ഒരു ബ്ലോക്ക് ബസ്റ്ററിൽ കുറഞ്ഞ യാതൊന്നും വൈശാഖിന് ടർബോയിൽ കൂടി കിട്ടിയാൽ പോരാ. അതുകൊണ്ട് 2 കൽപ്പിച്ചാണ് വൈശാഖ് ടർബോയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. പടത്തിന്റെ പേര് പോലെ തന്നെ ഒരു പവർഫുൾ ചിത്രം തന്നെയായിരിക്കും ടർബോ എന്നാണ് അണിയറ പ്രവർത്തകരിൽ നിന്ന് അറിയാൻ സാധിച്ചത്. 104 ദിവസത്തെ ചിത്രീകരണത്തിന് ശേഷം പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ തകൃതിയിൽ നടക്കുന്ന ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റായി കരുതുന്നത് മിഥുൻ മാനുവൽ തോമസിന്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്. ഈ കുറച്ചു കാലങ്ങളായി സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധ പുലർത്തുന്ന മമ്മൂക്ക ചുമ്മാതൊന്നും ടെർബോയിൽ കയറി അഭിനയിക്കുകയില്ല. കൂടാതെ വളരെ വലിയ റിസ്ക് ഉള്ള ധാരാളം ഫൈറ്റുകളുള്ള ചിത്രത്തിൽ ഈ പ്രായത്തിലും മമ്മൂട്ടി അഭിനയിക്കുന്നുണ്ടെങ്കിൽ സ്ക്രിപ്റ്റിൽ കോൺഫിഡന്റ് ഉള്ളത് കൊണ്ട് മാത്രം തന്നെയാണ്. നല്ല മാസ് സ്ക്രിപ്റ്റ് കിട്ടിയാൽ അത് സ്ക്രീനിൽ വളരെ ഭംഗിയായി എത്തിക്കാൻ കഴിവ് തെളിയിച്ചിട്ടുള്ള സംവിധായകൻ കൂടിയായ വൈശാഖ് കൂടിയാകുമ്പോൾ പ്രേക്ഷകർ പ്രതീക്ഷിച്ചത് കിട്ടും എന്ന് ഏറെക്കുറെ ഉറപ്പിക്കാം. ചിത്രത്തെക്കുറിച്ചുള്ള അടുത്ത പ്രതീക്ഷ ക്വാളിറ്റി സിനിമകൾ മാത്രം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മമ്മൂട്ടി കമ്പനിയാണ് ചിത്രം നിർമ്മിക്കുന്നത്. മമ്മൂട്ടി കമ്പനി ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ബഡ്ജറ്റിലാണ് ടർബോ ഒരുങ്ങുന്നത്. അപ്പോൾ ചിത്രത്തിന്റെ ക്വാളിറ്റിയെ കുറിച്ച് സംശയിക്കേണ്ട കാര്യമേ ഇല്ല. ചിത്രത്തെക്കുറിച്ചുള്ള അടുത്ത പ്രതീക്ഷ ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കാൻ പോകുന്നത് ദുൽഖർ സൽമാന്റെ വേ ഫെറാർ ഫിലിംസ് ആണ്. അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ റിലീസിംഗിന് തിയേറ്ററുകൾ ക്ഷാമം കാണില്ല എന്ന് ഉറപ്പാണ്. കൂടാതെ പ്രമോഷൻ പരിപാടികൾക്കും ദാരിദ്ര്യം കാണില്ല എന്ന് ഉറപ്പിക്കാം. സാധാരണഗതിയിൽ വളരെ സ്പീഡിൽ കഥ പറയുന്ന രീതിയാണ് വൈശാഖ് ചിത്രങ്ങൾക്കുള്ളത്. ടർബോയും ആ തരത്തിൽ സ്പീഡിൽ കഥ പറയുന്ന ഒരു ചിത്രം തന്നെ ആയിരിക്കും. മമ്മൂട്ടിയെ കൂടാതെ കന്നഡയിൽ നിന്ന് രാജ്ബി ഷെട്ടി, തെലുങ്കിൽ നിന്ന് സുനിൽ എന്നിവരും ചിത്രത്തിലെ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു. വളരെ വലിയൊരു താരനിരയുമായിട്ടാണ് ചിത്രം എത്തുന്നത്. ഒരു കളർഫുൾ മാസ് എന്റർടൈൻമെന്റ് മൂവി ആയിട്ടാണ് ചിത്രം ഇറങ്ങാൻ പോകുന്നത്. പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ തകൃതിയിൽ നടക്കുന്ന ചിത്രത്തിന്റെ റിലീസ് മെയ് 9 ഉണ്ടാകും എന്നാണ് അറിയുവാൻ സാധിച്ചത്. ആദ്യ ഷോ മുതൽ പോസിറ്റീവ് റെസ്പോൺസ് ലഭിച്ചാൽ ബോക്സ് ഓഫീസിൽ പല റെക്കോർഡുകളും തിരുത്താൻ കെൽപ്പുള്ള ഈ വർഷത്തെ മറ്റൊരു മലയാള സിനിമയായിരിക്കും ടർബോ എന്ന് ഉറപ്പാണ്. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് കൂടാതെ മറ്റു കൂടുതൽ അപ്ഡേറ്റ്സുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ടർബോയെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.